യും ഒപ്പം MLA-യുമായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലുണ്ട്. ഈ ഒരു മുൻപ് കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യമാണ്. താങ്കൾ നേരത്തെ ഒരു വ്യാപാരി കൂടിയായിരുന്നു. അപ്പോൾ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായും വലിയ നഷ്ടം സ്വാഭാവികമായും കച്ചവടക്കാരുണ്ടായിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളാണ്, പഴയ കാലത്തുള്ള ഈ തകര ഷീറ്റടിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ അത് കുറേ കാലങ്ങളായി ഇങ്ങനെ ആ രീതിയിൽ പോവുകയാണ്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇന്ന് തീ കണ്ട ഉടനെ തന്നെ നമ്മുടെ സിറ്റിക്ക് അകത്തുള്ള ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും തീ അണക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് തീ വ്യാപകമാകുന്നതോടുകൂടി തന്നെ കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തീ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞായറാഴ്ച അതുകൊണ്ട് ഒരു വലിയ ഭാഗ്യമായി. വർക്കണ്ടിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന സമയമായിരുന്നു, വലിയ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ തന്നെ കാര്യം ആളുകളകത്തില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഏതായാലും ഒരു ഈ ഹോളിഡേ ആയതുകൊണ്ട് ഒരു ഭാഗ്യമായി തന്നെ പറയാം, അല്ലെങ്കിൽ വലിയ ആളുടെ ഭയം ഉണ്ടാകുമായിരുന്നു. നമുക്കിതൊരു ഭാവിയിലേക്ക് ചൂണ്ടുപലകയാണ്. കാരണം ഫയർഫോഴ്സിന് സുഗമമായി കടന്നു വരാൻ പറ്റുന്ന സംവിധാനവും ഫയർ സേഫ്റ്റി സംവിധാനവും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു പാഠമാണ്. നേരത്തെ നമുക്ക് ഇതുപോലൊരു തീപിടുത്തം മിഠായിത്തെരുവിലുണ്ടായതാണ്. അപ്പോൾ അന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലും വേണ്ടതുപോലെ ആയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും കൂടുതൽ സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായി ഒരു മുന്നറിയിപ്പ് കൂടിയാണല്ലേ. തീർച്ചയായും അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അങ്ങോട്ടെങ്കിലും എല്ലാ സുരക്ഷാ സംവിധാനമുള്ള ബിൽഡിംഗ് നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റൂ എന്ന രീതിയിലേക്ക് വരണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായും അഹമ്മദ് ദേവർകോവിൽ ആണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു അറിയിപ്പാണ്. ഇനിയെങ്കിലും ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ കെട്ടിടത്തിനകത്ത് ഒരുക്കാനുള്ള സാഹചര്യം വേണം എന്നുള്ളതാണ്.